ഹലോ മക്കളെ, ഓണം എക്സാമിന് നമുക്ക് ബെയർലി 25 ദിവസമാണ് ബാക്കിയുള്ളത്. ഈ 25 ദിവസവും ഇനിയെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങാൻ റെഡി ആയില്ലെങ്കിൽ പണി പാളുന്ന വേറെ ലെവലിലായിരിക്കും. ഓക്കെ, പക്ഷേ ഇനിയെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ടൊരു സിമ്പിൾ പ്ലാൻ മതി, ഭയങ്കര ഭീകര പ്ലാനൊന്നും വേണ്ട, അത് ഞാൻ പറഞ്ഞുതരും. അത് ഉപയോഗിച്ച് പഠിച്ചു തുടങ്ങാൻ റെഡി ആണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് എന്താണ് ഓണം എക്സാമിന് പഠിക്കാമെന്ന് മാത്രമല്ല ഓണം എക്സാമിൽ തന്നെ ഡീസൻറ്റ് മാർക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, മതി ഓണം എക്സാമിൽ A+ ഫുൾ മാർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓണം എക്സാമിൽ തന്നെ നിങ്ങളൊരു B+ൻ്റെ മുകളിലെങ്കിലും എത്തിയാൽ കഴിഞ്ഞാൽ പബ്ലിക് എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈസിലി A+ മിനിമം ആക്കാൻ പറ്റും, മിനിമം ഗ്യാരണ്ടി ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷേ ആ ഒരു B+ ലെവലിലെങ്കിൽ ആ ഒരു ലെവലെങ്കിലും എത്തണം, കാരണം അതും അത്ര എളുപ്പമല്ല. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ റെഡിയാണ്. സിമ്പിൾ ആയിട്ട് ഒരു പ്ലാൻ പറഞ്ഞുതരാം. 3 സ്റ്റെപ്പ് പ്രോസസ്സാണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിലേക്കാണ് സിമ്പിൾ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, എന്നാൽ വളരെ എഫക്റ്റീവ് ആണ്, തമാശയല്ല. ഫസ്റ്റ് ചെയ്യേണ്ടത് ആദ്യത്തെ ചാപ്റ്റർ പഠിച്ചു തീർക്കുക. സാർ ഇതെന്ത് കോമഡി പരിപാടിയാണ്? എടാ, ഈ കോമഡി പരിപാടി തന്നെ എനിക്കറിയാം. നിങ്ങൾ കാണുന്നതിൽ ഒരു 80% കുട്ടികൾ പോലും ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഓരോ സബ്ജക്റ്റിനെയും പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത് പഠിച്ചില്ല, അത് പഠിക്കുക, കംപ്ലീറ്റ് ആക്കുക. ഇപ്പം ഇങ്ങനെ തുടങ്ങിയൊക്കെ വെച്ചിട്ടുണ്ടാവും, കുറച്ച് പഠിച്ചു, കുറച്ച് നോക്കി, കുറച്ച് എന്തൊക്കെ അറിയാം, അങ്ങനെയൊക്കെ ആയിരിക്കും. പോരാ, കൊണ്ട് കാര്യമില്ല. കാരണം നമുക്ക് 10-14 ചാപ്റ്റേഴ്സാണ് ഓരോ സബ്ജക്റ്റിലും പഠിക്കാനുള്ളത്. ഇപ്പോഴും നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ പ്രോപ്പറായിട്ട് പഠിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. പ്രോപ്പറായിട്ട് പഠിക്കുക. ഓൾറെഡി പഠിച്ചിട്ട് മറന്നത് കുറേ പേരുണ്ടാവും, അത് പ്രോപ്പറായി റിവൈസ് ചെയ്യുക. അത് ഞാൻ പഠിച്ചതാ, ഞാൻ ഇപ്പോൾ മറന്നു എന്ന് പറഞ്ഞത് എക്സ്ക്യൂസ് അല്ല. ഓണം എക്സാമിൻ്റെ തലേന്ന് ഞാൻ പഠിച്ച പക്ഷേ ഓർമ്മയില്ലാത്തത് കൊണ്ട് എനിക്ക് മാർക്ക് തരുമോ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പേപ്പറിൽ എഴുതി വെക്കാൻ പറ്റുമോ? എനിക്കിത് അറിയായിരുന്നു, ഞാൻ പഠിച്ച, പക്ഷേ ഞാൻ ഇപ്പോൾ ഓർമ്മയില്ല, അതുകൊണ്ട് കുറച്ച് മാർക്ക് തരാൻ പറഞ്ഞാൽ തരില്ല. അപ്പം ആ ഒരു ശീലം, അതായത് പഠിക്കുക മാത്രമല്ല, അത് കംപ്ലീറ്റ് ചെയ്യുക, അത് ഓർമ്മയിൽ നിൽക്കുക, ആ ലെവലിലേക്ക് ആക്കണം. അതിനെ ഒന്നുകൂടി പഠിക്കുക. പഠിച്ചവരാണെങ്കിൽ ഒന്നുകൂടി പഠിക്കുക, പഠിച്ച് തുടങ്ങാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിച്ചു തീർക്കുക. അതും ഇങ്ങനെ ചാപ്റ്റർ ഫുള്ളായിട്ട് എല്ലാ രീതിയിലും എടുത്തിട്ട് 10-30 ദിവസം എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. അത്ര ദിവസം നമുക്കില്ല. അപ്പോൾ ഇതൊക്കെ എപ്പോഴൊക്കെ തീർക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു കൊടുക്കുക. അറ്റ്ലീസ്റ്റ് മെയിൻ സബ്ജക്ട്സ് ഉണ്ടെങ്കിലും, നിങ്ങൾ സയൻസ് ആണ് എടുത്തതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി. ഓക്കെ, പിന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ്, ബയോളജി എടുത്തിട്ട് അതെങ്കിലും തീർക്കുക. കൊമേഴ്സ് ആണെങ്കിൽ നിങ്ങൾ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, മെയിൻ സബ്ജക്ട്സിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ഒന്ന് പഠിച്ച് സെറ്റാക്കുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ടഫായിട്ടുള്ളതോ അല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് ഫസ്റ്റ് അത് തന്നെ കൂടെ തീർക്കുക. ഈ ഒരു കാര്യം ചെയ്താൽ തന്നെ ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെൻറ്റ്, ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. കാരണം പലരും ഓണം എക്സാം ആകുമ്പോൾ പോലും ഇത് ചെയ്യില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പും കൂടി ചെയ്യണം. ഈ ചാപ്റ്റർ പഠിക്കുക, മനസ്സിലാക്കുന്നത് കൊണ്ട് പരീക്ഷയിൽ നിങ്ങൾക്ക് എന്താണ് നല്ല മാർക്ക് കിട്ടണമെന്നില്ല. കാരണം പലരും വിചാരിക്കും ചാപ്റ്റർ പഠിച്ചു അതുകൊണ്ട് എനിക്ക് പരീക്ഷ മാർക്ക് കിട്ടണം. ആരും പറഞ്ഞിട്ടില്ല ചാപ്റ്റർ പഠിച്ചുകൊണ്ട് പരീക്ഷ മാർക്ക് കിട്ടണം. ചാപ്റ്റർ പഠിച്ച് ഒരു പണിയും കൂടി ചെയ്യണം. ചാപ്റ്റർ പഠിക്കുക എന്നുള്ളൊരു മിനിമം കണ്ടീഷനാണ്. ആ കണ്ടീഷൻ ശരി പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടണമെന്നില്ല. പരീക്ഷ മാർക്ക് കിട്ടണമെങ്കിൽ പരീക്ഷയിൽ വരുന്ന ടൈപ്പ് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അത് ചെയ്യാതെ ഒരിക്കലും പരീക്ഷ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അതാണ് അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. അത് ഇപ്പോഴേ ചെയ്ത് തുടങ്ങണേ, അല്ലാണ്ട് പരീക്ഷ ആകുമ്പോൾ നമ്മൾ ചെയ്യാമെന്നല്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഇപ്പോഴേ പ്രാക്ടീസ് തുടങ്ങിയാൽ നിങ്ങൾ പരീക്ഷ ആകുമ്പോഴത്തേക്ക് അത് ഫെമിലിയർ ആയി വരണ്ടേ, റിവൈസൊക്കെ ചെയ്ത് ഓർമ്മ ഉണ്ടാവേണ്ട തലയിൽ നിൽക്കേണ്ട സാധനം, അത് ഇപ്പോഴേ ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇസ് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തേ ഉള്ളൂ. മെയിൻ ആയിട്ടുള്ള കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ വർഷങ്ങളിലെ പരീക്ഷയിൽ വന്ന ആക്ച്വൽ ചോദ്യം അല്ലേ, ലാസ്റ്റ് 3 ഇയേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. കാരണം ലാസ്റ്റ് 3 ഇയേഴ്സിനാണ് പാറ്റേൺസും ക്വസ്റ്റ്യൻ പാറ്റേണും ഒക്കെ ചേഞ്ച് ചെയ്ത് വന്നത്. അപ്പോൾ ആ ലാസ്റ്റ് 3 ഇയറിന് മാക്സിമം പ്രയോറിറ്റി കൊടുത്തിട്ട് എന്ത് ചെയ്യുക? കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആ ഫസ്റ്റ് ചാപ്റ്ററിന് മാത്രം മതി സോൾവ് ചെയ്യുക. നമ്മുടെ ആപ്പിലൊക്കെ ജോയിൻ ചെയ്ത കുട്ടികളാണെങ്കിൽ അതിൻ്റെ വീഡിയോ സൊല്യൂഷൻ ഓരോ ചാപ്റ്റർ ഉണ്ട്. ലാസ്റ്റ് 3 ഇയേഴ്സ് മാത്രമല്ല, അതിൻ്റെ മുൻപുള്ള ഇയേഴ്സ് 10 ഇയേഴ്സ് വരെ ഉണ്ട് ബാക്കോട്ട്. പക്ഷേ ലാസ്റ്റ് 3 ഇയേഴ്സിനാണ് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കേണ്ടത്. കാരണം സിലബസ് മാറിയത് ലാസ്റ്റ് 3 ഇയേഴ്സ്. സിലബസ് മാറിയെന്നല്ല, സിലബസ് കുറച്ച് കട്ട് ഷോട്ട് ചെയ്ത് ചെറുതാക്കിയത് 3 ഇയേഴ്സ് മുമ്പാണ്. മാത്രമല്ല പാറ്റേൺസിനും കുറച്ച് മാറ്റമുണ്ട്. അപ്പോൾ എന്തായാലും ലാസ്റ്റ് 3 ഇയേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് യു ഷുഡ് കംപ്ലീറ്റ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ. അത് എക്സാമിൻ്റെ സമയത്തൊന്നല്ല, ഇപ്പോൾ തന്നെ ചെയ്യണം. പിന്നെ എക്സ്ട്രാ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷെ അതൊരു ഭയങ്കര പ്രയോറിറ്റി അല്ല, കാരണം എല്ലാം കൂടി ഇപ്പോൾ ചെയ്യൽ പോസിബിൾ അല്ലല്ലോ. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മൂന്നാമത്തെ സ്റ്റെപ്പ് സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യുക ഫോർ ചാപ്റ്റർ 2. ചാപ്റ്റർ 2 എങ്കിലും ഒബ്വിയസ്ലി എനിക്കറിയാം 3-4 ചാപ്റ്റേഴ്സൊക്കെ ഇപ്പോൾ ഓണം എക്സാമിന് ഉണ്ടെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാം. പക്ഷേ ആസ് എ സ്റ്റാർട്ടിങ് പോയിന്റ് ഈ ഒരു കാര്യം നിങ്ങൾ ഓണം എക്സാമിന് മുമ്പ് 2 ചാപ്റ്റർ എങ്കിലും ചെയ്താൽ അതൊരു ബിഗ് അച്ചീവ്മെൻ്റ് ആയിരിക്കും. മാക്സിമം ചോദ്യങ്ങൾ വരാൻ പോകുന്ന, വെയിറ്റേജ് കൂടുതൽ വരാൻ പോകുന്ന ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് തന്നെയാണ്. അല്ലാണ്ട് അവസാനത്തെ ചാപ്റ്ററിന് കുറച്ച് വെയിറ്റേജ് പഠിക്കണം എന്നൊക്കെ പറയുന്നുള്ളൂ, വെയിറ്റേജ് കുറവായിരിക്കും പൊതുവെ ഉണ്ടാവുക. അപ്പോൾ ഈ 2 ചാപ്റ്റർ തീർത്താൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, മാത്രമല്ല ആക്ച്വൽ മാർക്ക് കിട്ടുകയും ചെയ്യും.
ഇനി ഇത് എപ്പോഴെങ്കിലും നമ്മൾ ചെയ്താലൊന്നും പോരാ, അതിന് കൃത്യമായൊരു ഒരു പ്ലാൻ വേണം. അതും വളരെ സിമ്പിളാണ്. ടൈം ലൈൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് 10 days നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫസ്റ്റ് ചാപ്റ്റർ അതിൻ്റെ ക്വസ്റ്റ്യൻസ് തീർക്കണം. രണ്ടാമത്തെ 10 days, ദാറ്റ് ഈസ് 11 to 20 days, ഓൾമോസ്റ്റ് 25 days ആണുള്ളത്. അതിൽ 11 to 20 daysനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ ചാപ്റ്റർ തീർത്തേ പറ്റുള്ളൂ. എല്ലാ സബ്ജക്റ്റിലും രണ്ടാമത്തെ ചാപ്റ്റർ തീർത്തേ പറ്റുള്ളൂ. ഇതിൽ ഓപ്ഷൻ ഒന്നും ഇല്ല കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഒരു 5 days നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ആ ഒരു 5 days എന്ത് ചെയ്യണം, ഈ പഠിച്ച് പല കാര്യങ്ങളും മറന്നു വരുന്നുണ്ടോ, Day 1 പഠിച്ച ഫസ്റ്റ് ചാപ്റ്റർ പല കാര്യങ്ങളും നിങ്ങൾ മറന്നിട്ടുണ്ടാവും. അത് റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്യാൻ സമയം വേണം. അതല്ലാതെ വെറുതെ പരീക്ഷ എഴുതി ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, പരീക്ഷ മാർക്ക് കിട്ടില്ല. റിവിഷൻ ചെയ്യുക. പറ്റുമെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ നിങ്ങൾ തേർഡ് ചാപ്റ്ററും കൂടി തീർക്കുകയാണെങ്കിൽ സെറ്റ്. ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ പഠിച്ച് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണല്ലോ. ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് നേരത്തെ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ 4th ചാപ്റ്ററൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ 4th കൂടെ പഠിച്ചേക്കാം. പക്ഷേ ഓപ്ഷനിൽ തേർഡ് ചാപ്റ്ററും കൂടെ നോക്കുക. റിവിഷൻ ചെയ്യാൻ സമയം നിങ്ങൾ കണ്ടില്ലെങ്കിൽ വീണ്ടും ഒരു അബദ്ധമായിരിക്കും നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു സിമ്പിൾ ടൈം ലൈൻ ഉപയോഗിച്ചിട്ട് ഈ സിമ്പിൾ 3 step പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്ത മക്കളെ, ഓണം എക്സാമിൽ തന്നെ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ A+ ഫുൾ മാർക്ക് അവിടെ നിൽക്കട്ടെ, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുക, ഒരു മിനിമം ലെവൽ മാർക്ക് ഉണ്ടാക്കുക. ആ മിനിമം ലെവലിൽ നിന്ന് ഇത്രയെങ്കിലും എത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്ന് പിന്നെ ചാടി കയറിയാൽ മതിയല്ലോ. ഇവിടുന്ന് 0th ഫ്ലോറിൽ നിന്ന് ചാടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവിടെ വരെ എത്തിക്കുക, ഒരു പകുതിയെങ്കിലും എത്തിക്കുക ലെവല്. പിന്നെ അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. എന്ന് മാത്രമല്ല, ഈ ഓണം എക്സാമിന് അത്യാവശ്യം സാമാന്യ മാർക്ക് കിട്ടുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ, എന്നെ കൊണ്ട് പരിപാടി പറ്റും, +1 +2 പറ്റും, മാർക്കൊക്കെ വാങ്ങിച്ചെടുക്കാൻ പറ്റും, ഞാൻ ഒന്നും കൂടി കഷ്ടപ്പെട്ടാൽ മതി എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയാൽ പിന്നെ നിങ്ങൾ തന്നെ പഠിച്ചോളൂ, എൻ്റെ പ്ലാനൊന്നും ആവശ്യമില്ല. ആ ലെവലിലേക്ക് ഈ ഓണം എക്സാമിൽ എത്തിക്കുക എന്നാണ് നമ്മുടെ എയിം. അതിന് നിങ്ങൾ റെഡി ആവാൻ വിചാരിക്കുന്നു. റെഡിയാണ്, റെഡി സാർ എന്ന് പറഞ്ഞ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓൾസോ നമ്മുടെ സ്പെഷ്യൽ ഓണം എക്സാം ബാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ ചെയ്ത് കിട്ടും. ഓക്കെ, എല്ലാ ക്ലാസ്സും ആപ്പിൽ ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പഠിക്കാം. ആ പ്രോപ്പറായിട്ടുള്ളൊരു പഠനം എന്തായാലും പബ്ലിക് എക്സാമിന് ആവശ്യമായിരിക്കും. ഓണം എക്സാമിന് ഇങ്ങനെയൊക്കെ നമുക്ക് എത്തിക്കാം, പബ്ലിക് എക്സാമിന് അത് ആവശ്യമാണ്. കാരണം അറിയാലോ, പേപ്പറിൻ്റെ ഡിഫിക്കൽട്ടി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, A+കളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആവശ്യമുണ്ട്. നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ സഹായം കൂടെ വേണമെങ്കിൽ, കംപ്ലീറ്റ് ബുക്ക് സെറ്റും വെച്ച് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പഠിക്കുന്ന ഒരു സംവിധാനം വേണമെങ്കിൽ ജോയിൻ ചെയ്യുക ബാച്ചിൽ. താഴെ നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇന്നലെയാണ് നമ്മുടെ ഓണം എക്സാം സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ ടൈം ടേബിൾ ഉപയോഗിച്ചിട്ട് ഈ പ്രോപ്പർ കാര്യം പഠിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വൺസ് അഗൈൻ റെഡിയാണ്, റെഡി സാർ എന്ന് പറയുക. നമുക്ക് എന്ത് ചെയ്യാം, ഈ 25 days കൊണ്ട് നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ഓണം എക്സാം പ്രിപ്പറേഷൻ അങ്ങോട്ട് സെറ്റാക്കി എടുക്കാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ. അടുത്ത ക്ലാസ്സിലാണ്.